ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സ്ക്രഞ്ചീസ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇവിടെ 2 തരം സ്ക്രഞ്ചീസ് മേക്കിംഗ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വീട്ടമ്മമാർക്കൊരു വളരെ ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും. വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഒരു വരുമാന മാർഗമായിട്ട് സ്വീകരിക്കാൻ പറ്റിയതാണ് ഇതുപോലുള്ള ക്ലോത്ത് കൊണ്ടുള്ള ഐറ്റംസൊക്കെ ചെയ്യുന്നത്. വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഒരു 1/2 മീറ്റർ 1 മീറ്റർ സാറ്റിൻ്റെ ക്ലോത്തൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ചെയ്തെടുക്കാം. പല രീതിയിലുണ്ട്. ക്ലോത്ത് കൊണ്ടുള്ള ഹെയർ ആക്സസറീസ് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മളിവിടെ 25 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. 15 സെൻറ്റിമീറ്റർ നീളം, അതുപോലെ തന്നെ 3.5 സെൻറ്റിമീറ്റർ വീതിയാണ് എടുത്തിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ പീസും ഒരേ വലുപ്പമാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഓരോ പീസും കട്ട് ചെയ്തതിന് ശേഷം ലൈറ്റർ വെച്ചിട്ടൊന്ന് കരിയിച്ച് കളയണം. ശേഷം ചീത്ത ഭാഗം പുറമേക്കാക്കിയിട്ട് തുന്നി കൊടുക്കുക. ഒരു സൈഡ് എൻഡ് ഭാഗം തുന്നിയതിന് ശേഷം മറിച്ചിട്ടിട്ട് ഇതുപോലെ തയ്ച്ച 2 ഭാഗവും ഒരേ അളവിലെത്തുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ചുറ്റുമൊന്ന് തുന്നി കൊടുക്കുകയാണ് വേണ്ടത്. സാറ്റിൻ്റെ ക്ലോത്തിൽ പ്രിൻ്റ് ഉള്ളതൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇങ്ങനൊരു ഐറ്റം ചെയ്യുമ്പോൾ പ്രിൻ്റ് ഉള്ളതിനൊക്കെ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ കൂടുതൽ ക്യാഷൊക്കെ ചോദിക്കലുണ്ട്. പ്ലെയിനിനെക്കാളും പ്രിൻ്റ് ക്ലോത്തൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ നല്ല കളർഫുള്ളായ ക്ലോത്തൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കാം. എന്തായാലും ഇതൊക്കെ വളരെ ഉപകാരപ്പെടും. ഈ ക്ലോത്തിൽ തന്നെ പലതരം ഐറ്റംസ് ഉണ്ട്. ക്രഞ്ചീസിൽ തന്നെ ഒരു ടൈല് വരുന്ന രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ 2 ഐറ്റം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളൊരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ 25 ഫ്ലവേഴ്സ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ എലാസ്റ്റിക് ഇതാണ്, റൗണ്ട് ഷേപ്പിലുള്ള എലാസ്റ്റിക്കാണ് ഇതിന് സ്യൂട്ടാവുക. സെൻറ്റർ ഭാഗത്തിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കോർത്തെടുത്താൽ മതി. ഫുള്ളായിട്ട് കോർത്തെടുക്കുക. നമ്മൾ ഈ ഫ്ലവറിൻ്റെ എണ്ണം കൂട്ടുന്ന എത്രത്തോളം കൂട്ടും അതിനനുസരിച്ച് നമ്മളെ ക്രഞ്ചീസ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അടുത്തടുത്ത് വരുമ്പോൾ ഇത് അടുത്തടുത്ത് നിൽക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി. എലാസ്റ്റിക് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുക. ഇതുപോലെ തന്നെ കെട്ടണം, എന്നാലേ മുറുകി നിൽക്കുള്ളൂ. നന്നായി ഒന്ന് വലിച്ച് കെട്ടി കൊടുക്കണം. നന്നായി വലിക്കുക. അപ്പോൾ തന്നെ നല്ലോണം ടൈറ്റായി നിന്നോണം. ബാലൻസ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലൈറ്റർ ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു കെട്ടിയ ഭാഗത്ത് കുറച്ച് പൊന്തി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ കെട്ടിയ ഭാഗമൊന്നും പിന്നെ കാണൂല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത്രേ പണിയുള്ളൂ. ഇതിന് വേണമെങ്കിൽ ടൈല് വെച്ച് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം. ഇത് പ്ലെയിനായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതുപോലുള്ള ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്തൊരു ഐറ്റം തന്നെയാണ് നമ്മൾ 2 കളറിൽ ചെയ്തത് ഉണ്ട്. അതും കൂടി ഒന്ന് കാണിക്കാം. 2, 3 എത്ര കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നൊക്കെ നമ്മൾ 3 കളറൊക്കെ ആക്കി നമുക്കിത് ചെയ്ത് നോക്കാം. നല്ല ഭംഗിയുണ്ടാവും. നല്ല മാച്ചുള്ള 2 കളർ സെലക്ട് ചെയ്യാം. പ്രത്യേകം വൈറ്റിൻ്റെ കൂടെ ചോപ്പ്, അങ്ങനെ വൈറ്റ് ഡാർക്കും ലൈറ്റും ഒക്കെ ഉള്ള കളറൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്